ഭീകരാക്രമണം ഉണ്ടായ ജമ്മു കശ്മീരിലെ കത്വയിൽ NIA സംഘം പരിശോധന നടത്തുന്നു. ഫോറൻസിക് സംഘവും ഒപ്പമുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, കത്വയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഭീകരാക്രമണം നടന്ന പ്രദേശത്ത് ഇപ്പോൾ NIA സംഘം പരിശോധന നടത്തുകയാണ്. ഫോറൻസിക് സംഘത്തോട് ഒപ്പം എത്തിയാണ് NIA സംഘം ഈ പ്രദേശത്ത് പരിശോധന നടത്തുന്നത്. ഭീകരർ ഈ ആക്രമണത്തിനായി ഉപയോഗിച്ച ആയുധങ്ങൾ അടക്കമുള്ളവ പരിശോധിക്കുകയാണ് NIA സംഘം. നേരത്തെ സൈന്യം നടത്തിയ പ്രാഥമിക പരിശോധനയിൽ അമേരിക്കൻ നിർമ്മിതമായ അത്യാധുനിക ആയുധങ്ങളാണ് ഈ ആക്രമണത്തിനായി ഉപയോഗിച്ചത് എന്ന് കണ്ടെത്തിയിരുന്നു. കൂടാതെ ഈ പാക് ഭീകരരാണ് ഇതിന് പിന്നിൽ എന്നുമാണ് സൈന്യത്തിന്റെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇക്കാര്യങ്ങളിലടക്കം ഉള്ള പരിശോധനയാണ് NIA സംഘം നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജമ്മു കശ്മീരിന്റെ വിവിധ ഇടങ്ങളിലുണ്ടായ ഭീകരാക്രമണ സംഭവങ്ങളും NIA സംഘം പരിശോധിച്ചിരുന്നു. ഇതിൽ വിദേശ പങ്ക് അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് NIA പരിശോധന നടത്തും. ഈ ആക്രമണത്തിന്റെ അന്വേഷണം ഏറ്റെടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമായിരിക്കും NIA തീരുമാനമെടുക്കുക. അതേസമയം ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച 5 സൈനികരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ ഉത്തരാഖണ്ഡിലെ ജോളി ഗ്രാൻഡ് വിമാനത്താവളത്തിൽ എത്തിച്ചിരിക്കുകയാണ്. അവിടെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയും മുൻ മുഖ്യമന്ത്രി ത്രിവേന്ദ്ര സിംഗ് റാവത്തും ഈ സൈനികർക്ക് അന്ത്യാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അവിടെ നിന്നായിരിക്കും അവരുടെ ജന്മനാടുകളിലേക്ക് ഈ മൃതദേഹം അയക്കുക. ശരി ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.